സ്റ്റുഡൻസ്. സോ നിങ്ങൾക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ദ ലോസ്റ്റ് ചൈൽഡ് എന്നുള്ള ചാപ്റ്ററിന് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ കോൺവെർസേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ എന്താണ് മക്കളെ കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആൾക്കാര് പരസ്പരം സംസാരിക്കുക അല്ലെ, അവര് തമ്മിലുള്ള സംഭാഷണത്തിനെയാണ് നമ്മൾ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എക്സാമിന് ദ ലോസ്റ്റ് ചൈൽഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഒരു കോൺവെർസേഷൻ എന്തായാലും എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. സോ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് നമ്മുടെ ആ ഒരു സ്വീറ്റ് സെല്ലറോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു മെർച്ചന്റോ അല്ലെങ്കിൽ നമ്മുടെ ബോയിനെ രക്ഷിച്ച ആ ഒരു ചേട്ടനോ ആൻഡ് ഈ ഒരു ബോയും തമ്മിലുള്ള കോൺവെർസേഷൻ, ഇങ്ങനെയാണ് അധികം എന്ത് വരാറുള്ളത്, ആ ഒരു കോൺവെർസേഷൻ ചോദിക്കാറുള്ളത്. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ആക്ടിവിറ്റി 2 ആയിട്ട് ഈ ഒരു കോൺവെർസേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോൺവെർസേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം അല്ലെ. A man in the crowd heard his cry. He lifted him up in his arms. How did you get here, child? Whose child are you? The man asked. What would the child's reply be? Okay. A man in the crowd heard his cry. അല്ലെ, അപ്പോ നമ്മുടെ കുട്ടി ഇങ്ങനെ അച്ഛനെയും അമ്മേനെയും കാണാതെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോയി, ഐ വോണ്ട് മൈ മദർ, ഐ വോണ്ട് മൈ ഫാദർ എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചുറ്റും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ആൻഡ് എ മാൻ ഇൻ ദ ക്രൗഡ് ഹേർഡ് ഹിസ് ക്രൈ. അല്ലെ, ആ ഒരു കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്, ഇവന്റെ കരച്ചിൽ കേൾക്കാണ്. ആൻഡ് ഹി ലിഫ്റ്റഡ് ഹിം അപ്പ് ഇൻ ഹിസ് ആംസ്. അദ്ദേഹം എന്ത് ചെയ്തു, അവനെ എടുത്തു അല്ലെ, കൈകൊണ്ട് അവനെ എടുത്തു. ആൻഡ് ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ ചൈൽഡ്, നീ എങ്ങനെയാണ് മോനെ ഇവിടെ എത്തിയത്? ഹൂസ് ചൈൽഡ് ആർ യു, നീ ആരെ മോനാണ്? ദ മാൻ ആസ്ക്ഡ്. ഇതൊക്കെ എന്ത് ചെയ്യും, ആ ഒരു മാൻ ചോദിക്കുന്നുണ്ട്. ആൻഡ് വാട്ട് വുഡ് ദ ചൈൽഡ്സ് റിപ്ലൈ ബി, എന്തായിരിക്കും ആ ഒരു കുട്ടിയുടെ റിപ്ലൈ? സോ ഈ ഒരു ആളാണ് അല്ലെ, ഈ ഒരു ആളാണ് നമ്മുടെ ആ ഒരു ലിറ്റിൽ ബോയിനെ ആ ഒരു ആൾക്കൂട്ടത്തിൽ കണ്ടെത്തുന്നത്. ഈ ഒരു ആൾക്കൂട്ടത്തിൽ കണ്ടെത്താണ്. എന്നിട്ട് അവനോട് നീ ആരുടെ മോനാണ്, നീ എന്തിനാ കരയുന്നത് എന്ന് ഒക്കെ ചോദിക്കുകയാണല്ലേ. സോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും തിരിച്ച് നമ്മുടെ ബോയ് റിപ്ലൈ കൊടുക്കുന്നുണ്ടാവുക? ഇതാണ് നമ്മളോട് കോൺവെർസേഷൻ ആയിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞത്. സോ ഇവിടെ നമുക്ക് ഹിൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹൂസ് ചൈൽഡ് ആർ യു, മാൻ ഹൂസ് ചൈൽഡ് ആർ യു എന്ന് ചോദിക്കുന്നുണ്ട്. സോ അതിനെന്തായിരിക്കും നമ്മുടെ ചൈൽഡ് റിപ്ലൈ നൽകുക? അങ്ങനെ നമുക്ക് കുറച്ച് ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. സോ നമ്മളിവിടെ 1 2 3 4 5 6 കോൺവെർസേഷനും കൂടി കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് എന്റെ മക്കൾക്ക് ഇങ്ങനത്തെ ഹിൻസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 എക്സ്ചേഞ്ചസുകളെങ്കിലും കോൺവെർസേഷനിൽ എഴുതി വെക്കുക കേട്ടോ. എന്താണ് 3 എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാൻ പറയുന്നു, ഒരു ചൈൽഡ് പറയുന്നു, അതെന്തായി, അത് ഒരു എക്സ്ചേഞ്ച് ആയി. റെഡി. ആൻഡ് ഒരു മാൻ പറയുന്നു, അടുത്ത ചൈൽഡ് പറയുന്നു, അല്ല ആ ചൈൽഡ് തന്നെ അടുത്ത കോൺവെർസേഷൻ പറയുന്നു, അത് അടുത്ത എക്സ്ചേഞ്ച് ആയി, സെക്കൻഡ് എക്സ്ചേഞ്ച് ആയി. അങ്ങനെ എന്താണ്, ഓരോരോ എക്സ്ചേഞ്ചസുകളാണ് അല്ലെ. ഇങ്ങനെ 3 എക്സ്ചേഞ്ചസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാക്സിമം 5 എക്സ്ചേഞ്ചസ് വരെ എഴുതാം കേട്ടോ. 3 4 എക്സ്ചേഞ്ചസുകൾ നിങ്ങൾ കോൺവെർസേഷൻ എഴുതണം. സോ ഇപ്പൊ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെയാണ് തന്നിട്ടുള്ളത്. സോ ആ ഒരു വിട്ടുപോയ ഭാഗത്ത് നിങ്ങൾ കോൺവെർസേഷൻ എഴുതിയാൽ മതി. ആൻഡ് കോൺവെർസേഷൻ എഴുതുമ്പോൾ എന്റെ മക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിന് വേണം കറക്റ്റ് ആയിട്ട് ഉത്തരം നൽകാം അല്ലെ. അപ്പൊ ദ മാൻ ഹൂസ് ചൈൽഡ് ആർ യു, ആരെ കുട്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പേര് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ പേര് വിമൽ കുമാർ എന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസസ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺവെർസേഷന് നൽകാൻ വേണ്ടിയിട്ട്. സോ കംപ്ലീറ്റ് ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മാൻ ആൻഡ് ദ ചൈൽഡ് അല്ലെ. മാനും കുട്ടിയും തമ്മിലുള്ള, ആ ഒരു മനുഷ്യനും കുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ വരാൻ ചാൻസ് ഉള്ള പോസിബിൾ കോൺവെർസേഷൻ, സംഭാഷണം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഹിൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസറിലേക്ക് പോവാം. റെഡി ആണല്ലോ എല്ലാരും? അപ്പൊ ദ മാൻ പറയാണ്, ഹൂസ് ചൈൽഡ് ആർ യു അല്ലെ, നീ ആരുടെ കുട്ടിയാണ്? ആം മൈ മദേഴ്സ് ചൈൽഡ്. അപ്പൊ ചെറിയ കുട്ടിയാണ്, അപ്പൊ പേരൊക്കെ പറയാനുള്ള ബുദ്ധി ഉണ്ടാവും ഇല്ല, ഞാൻ എന്റെ അമ്മേന്റെ കുട്ടിയാണ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ചളി അടിച്ചാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ് ആം മൈ പാരന്റ്സ് ആർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാരന്റ്സിന്റെ പേര് എഴുതാം. മൈ പാരന്റ്സ് ആർ, യെസ് മൈ പാരന്റ്സ് ആർ, അവരുടെ പേര് എഴുതാം. അപ്പൊ രാജു ആൻഡ് അമ്മേന്റെ പേര് എന്താ കൊടുക്കുക, സജിത എന്ന് കൊടുക്കുക അല്ലെ. രാജുവും സജിതയുമാണ് എന്റെ അച്ഛനും അമ്മയും എന്ന് കൊടുക്കാം. ഇനി മാൻ ചോദിക്കുക, ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അല്ലെ. ഐ വാസ് പ്ലേയിങ് ആൻഡ് ഗോട്ട് ലോസ്റ്റ് അല്ലെ, ഞാൻ അവിടെ കളിച്ചിരിക്കായിരുന്നു ആൻഡ് എനിക്ക് വഴി തെറ്റിയതാണ് എന്ന് പറയാം. ദ മാൻ, വേർ ഈസ് യുവർ ഹോം, നിന്റെ വീട് എവിടെയാ? ചൈൽഡ്, ഐ ലിവ് നിയർ ദ ബിഗ് ട്രീ അറ്റ് ദ എഡ്ജ് ഓഫ് ദ വില്ലേജ് അല്ലെ. ഈ വില്ലേജിന്റെ അപ്പുറത്തുള്ള ഏറ്റവും അറ്റത്തുള്ള ആ ഒരു വലിയ ട്രീന്റെ അവിടെയാണ് എന്റെ വീട്. ഓക്കെ, കുട്ടിക്ക് സ്ഥലം ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയുന്നുണ്ടാവോ? ഇല്ല അല്ലെ. സോ അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ആ ഒരു കുട്ടിക്ക് സ്ഥലം അറിയെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് കോൺവെർസേഷൻ എഴുതാം കേട്ടോ. സോ നിങ്ങളുടെ ആ ഒരു ബുദ്ധിക്ക്, നിങ്ങളുടെ ആ ഒരു
ലോജിക്കലായിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസസ് ആവണമെന്നുള്ളൂ. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നൽകുക. ഓക്കെ, അത് ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. റെഡി ആണല്ലോ? അടുത്തത് നോക്കിക്കേ, വേർ ഈസ് യുവർ ഹോം എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കുട്ടി എന്താ പറയുന്നത്? ഐ ലിവ് നിയർ ദ ബിഗ് ട്രീ അറ്റ് ദ എഡ്ജ് ഓഫ് ദ വില്ലേജ്. ആ ഒരു വില്ലേജിലെ അറ്റത്ത് അവിടെയുള്ള ആ ഒരു എഡ്ജിൽ, അവിടെ ബിഗ് ട്രീന്റെ അടുത്താണ്, ഒരു വലിയ മരം ഉണ്ട് അവിടെ, അതിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. മാൻ, ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു ഫൈൻഡ് യുവർ വേ ഹോം. അല്ലേ, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ എന്ത് ചെയ്തോളാം, ഞാൻ നിനക്ക് വീട്ടിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തന്നോളാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കിക്കോളാം, അല്ലെങ്കിൽ ഐ വിൽ കോൾ യുവർ പാരൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വിൽ കോൾ ദ പോലീസ്, അല്ലെങ്കിൽ ഐ വിൽ ഇൻഫോം ദ പോലീസ് എന്നൊക്കെ പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ അനുയോജ്യമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ എൻ്റെ മക്കൾക്ക് എഴുതാം. റെഡി? സോ ദ ചൈൽഡ് താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ബോയ് എന്ത് പറഞ്ഞു? നമ്മുടെ ചൈൽഡ് എന്ന് പറഞ്ഞു? താങ്ക് യു സോ മച്ച് അങ്കിൾ എന്ന് പറഞ്ഞു. സോ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കോൺവെർസേഷൻ ഉണ്ടാവുക. സോ എൻ്റെ മക്കള് ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് റെസ്പോൺസ് വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കറക്റ്റ് പ്രോപ്പർ റെസ്പോൺസ് കൊടുക്കണം. ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് രീതിയിലുള്ള ഉത്തരം, അതുപോലെ ആയിരിക്കണം നിങ്ങൾ കോൺവെർസേഷൻ എഴുതേണ്ടത്. ആൻഡ് ഷോർട്ട് ആയിരിക്കണം. അല്ലെ, ഷോർട്ട് ആയിരിക്കണം എന്ന് വെച്ചാൽ ഒരുപാട് വാരി വലിച്ച് എഴുതണോ? ഇല്ല, ഇതുപോലെ എന്ത് ചെയ്താൽ മതി? ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി. കാരണം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എസ്സേ പറയുന്ന പോലെയാണോ? അല്ല, ഷോർട്ട് കോൺവെർസേഷൻസ് ആണ്. അല്ലെ, സോ ഇതുപോലെ ഷോർട്ട് കോൺവെർസേഷൻസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യാം. എവിടെയാണോ ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യുക? നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ക്വസ്റ്റ്യൻ മാർക്സ് ആഡ് ചെയ്യണം. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കോൺവെർസേഷനിൽ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ വന്നാൽ എഴുതുക എന്നുള്ളത് എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വേഗം തന്നെ പോയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇനി എങ്ങനത്തെ ഡിസ്കോഴ്സുകളാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഡൗട്ട് ഉള്ളത്, അതൊക്കെ വന്നിട്ട് താഴെ കമൻറ്റും ചെയ്യാം. സോ ഇനിയും മിസ് അതുപോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. സോ ഈ ഒരു കാര്യം, കോൺവെർസേഷൻ എന്നുള്ള ഒരു കാര്യം എന്തായാലും എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ എഴുതേണ്ടത് എന്നുള്ളത് എൻ്റെ മക്കൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് എല്ലാവർക്കും ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാംസ്. ഓക്കെ, ബൈ.